നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരവും ഇന്നത്തെ ഗുരുവായൂർ വിശേഷങ്ങളും പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിന്ന് ദാമോദരനായിട്ടാണ് അല്ലെ. തൻ്റെ കുട്ടിക്കുറുമ്പ് കാരണം അമ്മ പിടിച്ച് ഉരലിൽ കെട്ടിയിട്ടുന്നു. ആ ഉരലും വലിച്ച് ഓടി രണ്ട് വലിയ വടവൃക്ഷങ്ങളുടെ നടുവിലൂടെ ഓടിയുന്നു. അങ്ങനെ ആ രണ്ട് വടവൃക്ഷങ്ങളിൽ താമസിച്ചിരുന്ന രണ്ട് വടവൃക്ഷങ്ങളായിട്ട് താമസിച്ചിരുന്ന രണ്ട് അസുരന്മാർക്ക് മോക്ഷം കിട്ടിയെന്നൊക്കെയുള്ള ഈ ദാമോദര ലീലയുടെ കഥകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉണ്ണിക്കണ്ണനെയാണ് ഇന്ന് നമ്മൾ ഗുരുവായൂർ ശ്രീലകത്ത് കാണുക. എന്നും പറയുന്നത് പോലെ തന്നെ ഇന്ന് നേരിട്ട് വന്നിട്ട് ഈ മനോഹര ലീല ആടിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചവര് ഭാഗ്യവാന്മാര്. ഇനി അതല്ല, എന്നത്തെയും പോലെ തന്നെ നമ്മൾ നേരിട്ട് വന്നിട്ടില്ലെങ്കിലും ഈ സമയം സ്മരിച്ച് ഭഗവാനെ സ്മരിച്ച് എന്താണ് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം എന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് ആ വിവരം അറിയുന്ന പ്രിയ കൃഷ്ണബന്ധുക്കൾ അതിലേറെ ഭാഗ്യവാന്മാർ. അപ്പോൾ നമുക്ക് ഇന്ന് ദാമോദരാഷ്ടകം ചൊല്ലാം. ഭഗവാന്റെ ആ ശ്രീലകത്തുള്ള ആ രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട്, അതുപോലെ നാരായണീയത്തിലെ ദശകം 47 ഉലൂകബന്ധനം എന്ന് പറഞ്ഞിട്ട് 47-ാമത്തെ അതിലും പ്രതിപാദിക്കുന്നത് ഈ കാര്യം തന്നെയാണ് വട്ടേരിപ്പാട് എഴുതിയിട്ടുള്ളത്. നമുക്കത് വായിക്കാം. വീട്ടിൽ ഗ്രന്ഥം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രന്ഥം ഉണ്ടാവണം എന്നില്ല, നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, നമുക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ കൈവിരൽ തുമ്പിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് എടുത്തു പറയേണ്ടത്, ഇന്ന് കണ്ട ഗുരുവായൂർ ദർശനം. ഇന്ന് ഞാൻ കണ്ട ഗുരുവായൂരും ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറയാറുണ്ട്, ഞാനത് പറയാം. നമ്മൾ ആ തിരുനടയിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഗോപൂജ നടക്കുന്നതാണ് കണ്ടത്. ഒരു പശുവും കിടാവും നിൽക്കുന്നു. അപ്പോൾ അതിനെ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ആൾക്കാർ അപ്പോൾ പശുവിന് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കിടാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കുളപ്രദക്ഷിണം എന്നത്തെയും പോലെ തുടങ്ങി. തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു തിരക്കുണ്ട് എന്നുള്ളത്. പായസം ഷീട്ടാക്കുന്നിടത്ത്, വെഴുപാട് ഷീട്ടാക്കുന്നിടത്തൊക്കെ നല്ല തിരക്കുണ്ട്. പടിഞ്ഞാറേ നടയിലും നല്ലോണം തിരക്കുണ്ട്. പ്രസാദൂട്ടിൻ്റെ അവിടെയും അതുപോലെ തന്നെ. നാരായണാലയത്തിൽ നിന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ സഞ്ചരിക്കണം. അതായത് നമ്മൾ കിഴക്കേ നടയിൽ വന്നു, അവിടെ ഗോപൂജ നടക്കുന്നത് നമ്മൾ കാണുന്നു. അവിടുന്ന് നമ്മൾ നടന്നിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൊക്കെ ഒന്ന് നോക്കിയിട്ട് കുട്ടികളുടെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് എവിടേക്കാണ് വരുന്നത്, കൂവളമരത്തിൻ്റെ അവിടേക്ക് വരണു. അവിടെ നിന്നിട്ട് നമ്മൾ കൂവളമരം എത്തുന്നതിന് മുന്നേ നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് വലത്ത് മുകളിലേക്ക് നോക്കിയിട്ട് കൊടിമരം നോക്കി തൊഴുന്നു ഭഗവാനെ. അത് കഴിഞ്ഞ് നമ്മൾ കൂവളമരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ തെങ്ങി ക്യൂ നിൽക്കുന്ന പ്രസാദ കൗണ്ടറിൻ്റെ അല്ലെ പ്രസാദം റെസീറ്റ് ആക്കുന്നതിൻ്റെ അവിടെ എത്തുന്നു. അവിടെ നമ്മൾ പ്രദക്ഷിണം വെച്ചിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിലേക്ക് എത്തുന്നു. അവിടെയും കണ്ടമാനം ആൾക്കാരുണ്ട്. പായസം മേടിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അക്ഷമരായിട്ട് ക്യൂവിൽ കാത്തു നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. അവിടുന്ന് നമ്മൾ പ്രസാദൂട്ട് കൊടുക്കുന്ന സ്ഥലത്ത് കൂടെ അങ്ങനെ നടന്നിട്ട് നമ്മൾ നാരായണാലയത്തിൻ്റെ അവിടേക്ക് തിരികെയാണ്. ഇടതുഭാഗത്താണ് നാരായണാലയം വരിക. പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം അതിനകത്തിരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നടന്ന് മുന്നോട്ട് നമ്മൾ വടക്കേ നടക്കിലേക്ക് കയറുകയാണ്. വടക്കേ നടക്കിൽ നിന്ന് ആ ഭഗവതി കെട്ടിൻ്റെ അവിടേക്ക് കയറുക. അപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങനെ കറങ്ങി കയറി വരുമ്പോൾ ആൾക്കാർ പ്രസാദൂട്ടിന് ക്യൂ നിൽക്കുന്നത് കാണാം. ഇടതുവശത്ത് നമുക്ക് ആ ചെമ്പക മരങ്ങളൊക്കെ തിങ്ങി നിന്നിരുന്ന സ്ഥലം, അതിനോട് ചേർന്ന് ആനകളെ കിട്ടുന്ന സ്ഥലം അല്ലെ. നിങ്ങൾക്ക് അത് ഞാനിങ്ങനെ പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ആ കുളപ്രദേശത്തിൽ നിങ്ങളും പങ്കാളികളാവുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ വന്നിട്ട് നമ്മൾ ഭഗവതി കെട്ടിൻ്റെ അവിടെ എത്തണം. ഭഗവതി കെട്ടിൻ്റെ അവിടെ നിന്നിട്ട് അമ്മ മഹാകാളിയെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംസ പാലയ പാലയ. അവിടുന്ന് അങ്ങനെ നമ്മൾ മുന്നിക്ക് വന്നിട്ട് നേരെ വലതുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും നാഴികമണി കാണാൻ പറ്റും. അവിടുന്ന് ഇത്തിരി കൂടി മുന്നിക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുഭാഗത്തായിട്ട് വലിയ ക്യൂ കോംപ്ലക്സ്, ആളുകൾ ഭഗവാനെയും കാണാനായിട്ട് കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ അങ്ങനെ നടന്നു ചെന്ന് കിഴക്കേ ഗോപുരത്തിൽ വന്നിട്ട് നമ്മുടെ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. ഈ ഒരു കാഴ്ചയുടെ ഇടയിൽ കാണുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റും. പക്ഷെ എന്ത് തന്നെയായാലും ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ദാമോദരനാണ്. നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി. ഞാൻ എപ്പോഴും പറയുന്നു, നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ കണ്ണടച്ച അകക്കണ്ണുകൊണ്ട് കാണാൻ. ഭഗവാൻ അത്രത്തോളം നമ്മുടെ മനസ്സിൻ്റെ ശ്രീലകത്ത് സ്ഥാനം പിടിച്ചതുകൊണ്ടാണ് ഏത് രൂപത്തിൽ അലങ്കരിച്ചാലും അതേ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ വികൃതി കാണിച്ച ഒരു കുഞ്ഞേ ഉണ്ണി, ആ ഉണ്ണി തന്നെ വായ തുറന്നിട്ട് സകല പ്രപഞ്ചത്തെയും തൻ്റെ വായ്ക്കുള്ളിൽ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത് അല്ലേ. അപ്പം ഇന്ന് നാരായണീയം ദശകം 47 നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ ദാമോദരാഷ്ടകം നമുക്ക് ചൊല്ലാം. അങ്ങനെയൊക്കെ ആവട്ടെ. അപ്പം ഇന്നത്തെ ദിവസം എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു.
എല്ലാവർക്കും ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്.